പിതാവ് ഇപ്പം ഞങ്ങളിപ്പം ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പരിധി ജീവിക്കുന്നയാളാണ്. സത്യം പറഞ്ഞാൽ ഒരു 4 വർഷമായിട്ട് ബലിയർപ്പണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഒരു ഗതികേടിലാക്കുക. അനുസരണമുള്ളൊരു ബലിയർപ്പണത്തിലൂടെ ലഭ്യമാവുന്ന ദൈവകൃപ അവരുടെ സമൃദ്ധിയെക്കുറിച്ച് ബോധ്യമുള്ള വിശ്വാസികൾ ഒത്തിരി പേരവിടെ ഉണ്ട്. അതുകൊണ്ട് പലരും ഇപ്പം വളരെ വേദനയോടുകൂടിയാണ്. ഞാനിപ്പം മലങ്കര കത്തോലിക്ക സഭയിൽ പോയാണ് ഞായറാഴ്ച ബലി അർപ്പിക്കുന്നത്. 2 ദിവസങ്ങൾ തൊട്ടതിൽ ലത്തീൻ പള്ളിയിൽ പോകുന്നു. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഈ 4 വർഷങ്ങളായിട്ട് എനിക്ക് അവിടെ കുഴിമാടത്തിലൊരു ഒപ്പീസിയല്ല പോലും നിർവാഹമില്ലാത്ത ഒരവസ്ഥയാണ്. ഇത് എങ്ങനെ നമുക്കിതൊന്ന് പരിഹരിക്കാൻ പറ്റും? അതിനൊരു പരിഹാരം ഉണ്ടാവുമോ? അതിനെന്താണ് ഒരു ആത്മീയ വശം? എനിക്കൊരു പ്രത്യാശ തന്നെയാണ് ഉള്ളത്. ഇപ്പം പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു കുർബാന എങ്കിലും അവർ ചെല്ലാൻ തയ്യാറാകുന്നുണ്ട്. സഭയുടെ അതങ്ങനെ പൂർണ്ണമായിട്ട് പറയാനാവില്ല. 18 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഒരു കുർബാന തീർത്ത് തരുന്നത്. മാറി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു ഇപ്പം സഭയിലെ പിതാക്കന്മാർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് സാവധാനം, അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ലഭിച്ചിരിക്കുന്ന കാറ്റഗിസം, അവർക്ക് ലഭിച്ചിരിക്കുന്ന പഠനം, ആ പഠനം കൂടുതലും ലത്തീൻ അധിഷ്ഠിതമായിട്ടുള്ളൊരു പഠനമാണ്. അതുകൊണ്ട് ശരിയാ, ആ പഠനം നമുക്ക് അത് ശരിയായിട്ട് കൊണ്ടുവരാതെ നമ്മൾ ബോധ്യം കൊടുക്കാനായിട്ട് സാധിക്കില്ല. ശരിക്കും കാറ്റഗിസം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പശ്ചാത്തലത്തിൽ പൗരസ്ത്യ കാഴ്ചപ്പാട് എന്താണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പതുക്കെ അവരെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ച് സ്നേഹത്തിലൂടെയും ശാന്തതയിലൂടെയും സമാധാനത്തിലൂടെയും ഒക്കെ നമുക്ക് അവരെ പ്രേരണ വഴിയായിട്ട് കൊടുത്ത്, എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ പിതാക്കന്മാരൊക്കെ അവിടെ വരികയും അവരുടെ തന്നെ പിതാക്കന്മാർ വരികയും കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും സാവധാനം ജനങ്ങളും അപ്പം മാറി നിൽക്കുന്നവരും ഒക്കെ ഈശോയിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്കൊരു പ്രത്യാശ. അത് സാവധാനമാണെങ്കിൽ അല്പസമയം എടുത്താൽ കൂടി ആ മുറിവ് ഉണങ്ങി സഭ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സഭയായിട്ട് ഒന്നിച്ച് ബലിയർപ്പിക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളൊരു പ്രത്യാശയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. തെറ്റുകളൊക്കെ വരുമ്പോൾ അതിന് പരിഹാരം ചെയ്യണം. അത് പരിശുദ്ധ ബഹളങ്ങൾ ഉണ്ടാകുന്ന കേൾക്കുമ്പോൾ നമ്മൾ അനുസരിച്ച് പരിഹാരം ചെയ്യണം. ഇത്രയും വലിയ തെറ്റുകൾ നമ്മൾ ചെയ്ത ആരും ആയിക്കോട്ടെ, നമ്മളിൽ ഒരാളാണ്. അപ്പോൾ നമുക്കും പരിഹാരം ചെയ്യാൻ കടമയുണ്ട്. എൻ്റെ ഒരു സഹോദരനാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാറി നിന്ന് അവൻ വേറൊരാളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ പാറക്കല്ലെ മുട്ടുകുത്തി നിന്ന് കർത്താവെ കൈവരിച്ച് പിടിച്ച് കർത്താവെ ക്ഷമിക്കണമെന്ന് നമ്മൾ പറയണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് ഏതെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത്. അതിന് പരിഹാരം അദ്ദേഹം പുരുഷ ചെയ്തില്ലായിരിക്കും, പക്ഷേ നമുക്ക് ചെയ്യാൻ കടമയുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഓരോ വ്യത്യാസമൊക്കെ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുറിയാനി ഭാഷ, സുറിയാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ചില ആൾ ഭയങ്കര ദേഷ്യമാണ്. സത്യത്തിൽ അവർ കുർബാന എന്ന് പറയുന്നത് പോലും ഈ സുറിയാനി ഭാഷയിലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം അതെ, ഒരു വിഭജനം വന്നുപോയി. ഈ ഒരു തിരിവ് അങ്ങോട്ടുണ്ടായി. അത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തോ ഒരു തിരിവ് വന്നു. അത് ഒരു ഗ്രൂപ്പ് തലത്തിൽ അങ്ങോട്ട് മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അകൽച്ച സംഭവിച്ചു പോയി. ഒരു ഈഗോ ക്ലാഷ് പോലായി. ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പഠിക്കാനും ചർച്ച ചെയ്യാനും ഉള്ള കാര്യങ്ങൾ പങ്കുവെക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരു നല്ല ഒരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മാറും. ഒരുമിച്ചിരുന്ന് നമുക്ക് പറയാനുള്ള പറയാമല്ലോ. നമ്മളെല്ലാം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ. കർത്താവ് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്നേഹമില്ലാതെ വരരുത്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും സ്നേഹമില്ലാതെ വരരുത്. ആദ്യ സുനകദോസ് തന്നെ ഭയങ്കര വിഷയമായിരുന്നല്ലോ, ജെറുസലേം സുനകദോസ്. ശരിയാ, നമ്മുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടല്ലേ, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പത്രോസ്ലിയാൻ പരസ്യമായിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരല്പം യഹൂദപക്ഷമായിരുന്നു. അവിടെ പൗലോസ് ശക്തമായിട്ട് രംഗത്ത് വന്നു. ആ പൗലോസിനെ വേണമെങ്കിൽ ഈസി ആയിട്ട് ഇവർക്ക് ഒതുക്കാമായിരുന്നു. നീ എന്നാടാ ഒന്നെന്ന് ചോദിക്കാം, നീ ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കും. ഞങ്ങൾ കർത്താവിനോടാണെന്ന് വളർന്നു വന്നവരാ, നീ ഒന്ന് കല്ലെടുത്തോണ്ട് എറിഞ്ഞു നടന്നവനല്ലേ, എന്നിട്ട് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അവനെ ഒതുക്കുക. പക്ഷേ മെണിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ആ പത്രോസിനും യാക്കോബിനൊക്കെ മനസ്സിലായി. അപ്പൊ അവർക്ക് മനസ്സിലായപ്പോൾ അവർ ഇവന്റെ വാദം സ്വീകരിച്ചു. അത് തന്നെ വലിയൊരു ഇതാണ്. അപ്പം നമുക്ക് എന്തെല്ലാം വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് വ്യക്തിഗതമായിട്ടുള്ളൊരു ആക്രമണമായിട്ട് മാറാതെ എന്താണ് ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പരസ്പരം ഒരു വിട്ടുവീഴ്ചയും ഒരുമിച്ച് നിൽക്കാനും കേൾക്കാനും പറയാനും ഒക്കെ വരുന്ന രീതിയിലേക്ക് വന്നാൽ ഇതൊക്കെ മാറും. അല്ലെ, പലപ്പോഴും ഇതൊരു വ്യക്തികളിലേക്കാണ് ഇത് പോകുന്നത്. ചില ആളുകൾ കൊണ്ടുവന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിന് ആളുകളുടെ
ഈ ഫൽസനങ്ങൾ കേട്ടിട്ടുള്ളത് ഭൗപതി പിതാവാണ്. അദ്ദേഹം ഈ പുസ്തകം ഇറങ്ങുന്ന കാലത്ത് ചെമ്മാച്ചനാണ്. എന്തിനാ വെറുതെ അത് ഇത് ആളുകളെ ഇത് പറഞ്ഞങ്ങ് തെറ്റിദ്ധരിച്ച് പോകുന്നതാണ്. ചരിത്രം വായിക്കാത്തത് കൊണ്ടുള്ള 1965 മെയ് 1 മറ്റുമാണ് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് മലയാളത്തിൽ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. അന്ന് പിതാവ് ചെമ്മാച്ചനാണ്. പിതാവിന് പട്ടം കിട്ടുന്നത് വീണ്ടും 5 മാസം കഴിഞ്ഞ് ഒക്ടോബർ 1 പക്ഷെ ഈ ആക്ഷേപം മുഴുവൻ പുള്ളിയുടെ തലയ്ക്കാണ്. അപ്പോൾ ഈ മാർത്തോമാ സ്ലീഹയെക്കുറിച്ച് അത് തന്നെയാണ് പ്രശ്നം. ആ പുസ്തകത്തിൽ ഇത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ പഠിപ്പീരുകളെ നമ്മൾ ആ പഠനങ്ങൾ നടക്കുന്നില്ലാത്തതിൻ്റെതായ കുറവുകളാണ്. അതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല എന്താണ് പൗരസ്ത്യ സഭ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങൾ എന്താണ് സംബന്ധിച്ചുള്ള ഒരു ശരിയായ പഠനങ്ങൾ കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സുവിശേഷം പറഞ്ഞെങ്കിലല്ല കേൾക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുന്ന അതേ തലം തന്നെയാണ് നമ്മൾക്ക് ഇതും സഭയുടെ ആ പാരമ്പര്യവും പൈതൃകവും ഒക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാരംഭ കുദാശകൾ നിലവിൽ സഭയിൽ വന്നിട്ട് എത്രയോ കാലമായി? 25 വർഷത്തിലധികമായി. പ്രാരംഭ കുദാശകൾ ഒന്നിച്ച് മാമോദിസായും തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും. ഇത് എവിടെ നടക്കുന്നുണ്ടെന്ന്? അടിസ്ഥാനം മാമോദിസ അല്ലേ? അതെ. അവിടെ പോലും നമുക്ക് ഐക്യപ്പെടാൻ പറ്റുന്നില്ലല്ലോ. അത് നമുക്ക് എല്ലായിടത്തും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അടിസ്ഥാനം എവിടെയാ? മാമോദിസ. അല്ല, അതിനകത്തിപ്പോൾ ഒരു പ്രശ്നമുള്ള ഇതാണ്, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറി താമസിക്കുന്നവർക്ക് ഈ കൂദാശകൾ ഏതൊക്കെ സ്വീകരിച്ചെന്ന് അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥ. അല്ല, സഭ പഠിപ്പിക്കുന്നതും നമുക്ക് തന്നിരിക്കുന്നതും പ്രാരംഭ കുദാശകൾ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് തന്നിട്ട് നമ്മളിപ്പോഴും അത് ചെയ്യുന്നില്ലാത്ത അവസ്ഥകൾ പലയിടത്തും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പരിഹരിച്ച് പോകേണ്ടതുണ്ട്. അതെല്ലാം പതുക്കെ പരിഹരിക്കുമ്പോഴേ നമുക്ക് കുർബാനയിലേക്കും ഒക്കെ യഥാർത്ഥത്തിൽ വരാൻ പറ്റുള്ളൂ. അല്ല, ഇത് എതിർക്കുന്ന പോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ആ മത്തായി 27:45 മുതലുള്ള വചനങ്ങളിലെ ഈശോയുടെ കുരിശിൽ കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഈശോ പ്രാർത്ഥിക്കുന്ന 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനം ആദ്യം സുറിയാനി തന്നെ പറഞ്ഞിട്ട് ഏൽ മാ ശബക്താനി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അത് ആരും ഇതുവരെ ഭേദഗതി ആരും ഇത് മാറ്റിയിട്ടില്ല. എല്ലാ ബൈബിളിലും അങ്ങനെ തന്നെ കിടപ്പുണ്ട്. വ്യത്യാസങ്ങൾ വന്നേ ഗ്രൂപ്പുമായിട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും എങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിനെ ബലപ്പെടുത്തേണ്ടത് എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നു. കർത്താവ് ബലപ്പെടുന്നതിനെ പറ്റിയല്ല ആരും ചിന്തിക്കുന്നത്. സഭയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെ ബലപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു വിശേഷം. അത് പിന്നെ ഒരു തുറന്ന പോരാട്ടമായിട്ട് ലോകത്തിൽ കാണുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആയുധങ്ങളെല്ലാം വിട്ടേച്ച് ലോകം നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് പിന്നെ പോരാടാൻ അങ്ങനെ വരുമ്പം ഒരു വലിയ വൈരുദ്ധ്യമോ ദുർമാതൃകയോ ഒക്കെ ആയിട്ട് മാറുന്നു. പിതാവ്, ഇപ്പം നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിമർശനങ്ങളും പ്രശ്നങ്ങളും ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇസ്രായേൽ അതുപോലെ തന്നെ ഗാസയുമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ഒത്തിരി രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ. ഗാസയിലാകേണ്ട പോലെ യഥാർത്ഥത്തിൽ ഗാസയിലുള്ള ആളുകൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഒരു ഡിഫൻസിലേക്ക് പോയത്. പക്ഷെ അതിനെ ഇവിടെ സംരക്ഷിക്കുന്ന ഒത്തിരി ആളുണ്ട്. പക്ഷെ സമാന ശൈലിയിൽ നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം സുഡാനിൽ സംഭവിക്കുന്ന ഒരാളെ പച്ചയ്ക്ക് ആളുകൾ വട്ടം കൂടിയിരുന്ന് കാല് തല്ലി ഒടിച്ച് വളച്ച് കുഴിച്ചിടുന്നു ജീവനോടെ. ഇത് നമ്മുടെ ഇവിടെയൊക്കെ വീഡിയോ കണ്ടതാണ്. അതൊന്നും ഒരു രാജ്യത്തെ രാഷ്ട്രീയക്കാർക്ക് അതൊരു വിഷയമല്ല, സാംസ്കാരിക നായകന്മാർക്ക് വിഷയമല്ല. നമ്മൾ പോലും, അതായത് സഭാപിതാക്കന്മാർ പോലും അതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ലാത്തൊരു ദയനീയാവസ്ഥ നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അത് ശരിക്കും അത് വളരെ ഗൗരവതരമായി വിലയിരുത്തേണ്ട കാര്യമല്ലേ? സാറേ, ഇപ്പം ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. നമ്മുടെ കർത്താവിനെ ക്രൂശിലേറ്റിയിട്ട് അന്നത്തെ പ്രമുഖരായിട്ടുള്ളവരാരും അതിനെപ്പറ്റി എന്താ പറഞ്ഞത്? ആരുമില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ആദിമസഭയിൽ നടന്ന പീഡനങ്ങളാലത്തും സംരക്ഷിക്കാനായിട്ടും ഈ പറയുന്ന സംവിധാനങ്ങളൊന്നുമില്ലായിരുന്നു. ലോകം എപ്പോഴും ലോകത്തിൻ്റെ ചില പ്രത്യേകമായ ലക്ഷ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള സുസ്ഥിരത ലക്ഷ്യമാക്കി പോകുന്ന രീതിയാണ് ലോകത്തിൻ്റെ. അങ്ങനെയാണ് അവർ ലോകം നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവരുടെ തന്നെ സ്വാർത്ഥ സംരക്ഷണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാനിങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ സംഭവം, നൈജീരിയയിലെ ആ മനുഷ്യനെ ഇങ്ങനെ പച്ചയ്ക്ക് കൊന്നു. ആ മനുഷ്യനത് അവൻ മരിക്കുകയല്ല, ജീവിക്കുകയാണ്. അതാണ് ആ മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ എന്നെ അവർ കൈയും കാലും വെട്ടിമുറിച്ചാലും ഞാൻ ജീവിക്കും, ഈശോയാണ് എന്നെ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ഈശോയോട് ഐക്യപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മരിക്കുകയാണ്. പണ്ട് ഇതുപോലെ ലിബിയയിൽ ഒരു പെങ്കൊച്ച, ഒരു 12 വയസ്സേ ഉള്ളൂ. അവൾ പറയുകയാണ്, ദേ ക്യാൻ കിൽ മീ പക്ഷെ ഐ ആം ലിവിങ് ഫോർ ജീസസ്. പറഞ്ഞൊരു വാക്ക്, അത് ശരിക്കും പറഞ്ഞാൽ ആഴമായ വിശ്വാസം. അത്തരം വിശ്വാസത്തിലേക്ക് നമ്മളൊക്കെ വളരാനേ എത്രയോ കാലങ്ങൾ കഴിയും. അല്ല, ഈ പീഡനങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം സഭ വളർന്നു സാറേ, സഭ വളർന്നു. എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ പറ്റിയ പരാജയം എന്ന് പറയുന്നത് സുഭിക്ഷത കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. സുഭിക്ഷമായ ഒരു പശ്ചാത്തലം ഉണ്ടായപ്പോൾ നമുക്ക് വിഷയങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞു. ആ സമയത്ത് പീഡിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സഭ വളർന്നു. ഊർജ്ജ സ്ഥലമായി. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട റോമിലല്ലേ? അവിടെയല്ല കത്തോലിക്ക സഭ എൻ്റെ ആസ്ഥാനം പണിത്. ഭയങ്കര സംഭവമല്ലേ? ശരിയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ അതിന് നേതൃത്വം കൊടുത്തത്? ദൈവം പ്രവർത്തിച്ചു. അതായത് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിക്ക് പെട്ടെന്നൊരു ദൈവ വെളിപാടുണ്ടാകുകയാണ്.
കുരിശിൻ്റെ ശക്തി. അങ്ങനെ കുരിശിലൂടെ ഒരു ശക്തിയുണ്ട്, രക്ഷയുണ്ടെന്ന് നമ്മൾ കോൺസ്റ്റന്റൈൻ മനസ്സിലായി. അവൻ പോയി യുദ്ധത്തിൽ ജയിച്ചതുകൂടി അവൻ തീരുമാനിച്ചു, എനിക്ക് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കണം. ഒരു വിജാതിയൻ സ്വീകരിച്ചു. അതിന് മുമ്പുണ്ടായിരുന്ന എത്രയോ 100 വർഷങ്ങളോടും നടന്ന പീഡനങ്ങൾ, 100 അത് കൂടുതലുണ്ട് വർഷങ്ങൾ പീഡനങ്ങളുടെ ചരിത്രമാണ്. വളരെ ക്രൂരമായിട്ടാണ് ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരുന്നത്. ഇത്രയും ഭീകരമായ ഒരു മർദ്ദനം നടന്ന സ്ഥലമില്ല. പക്ഷെ അവിടെ ദൈവം പ്രവർത്തിക്കുക ചെയ്ത്. ഇതാണ് നമുക്ക് ബൈബിളിൽ ഉടനീളം അത് കാണാൻ സാധിക്കും. ബാബിലോൺ പ്രവാസം ഒന്ന് നോക്കിയാൽ മതി. ബാബിലോൺ പ്രവാസത്തിന് പോയ ഇസ്രായേൽക്കാർക്ക് ഞങ്ങളെ തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയില്ല. കാരണം ബാബിലോൺ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ്. അവരെ തോൽപ്പിക്കാനായിട്ട് ലോകത്തിൽ ആരെങ്കിലും പറ്റുമെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചില്ല. ഞങ്ങൾ പോയവർ ഇനി എന്നും ഈ ഇതുപോലെ ഇവിടെ കിടന്നങ്ങ് മരിക്കുകയുള്ളൂ എന്നാണ് അവരെല്ലാം കരുതിയത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടൊരു സൈറസ്, പേർഷ്യക്കാരൻ ബിജാദിൻ വന്നു. അവൻ വന്ന് ഇസ്രായേൽക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ നാട്ടിലേക്ക് പൊക്കോ, ജെറുസലേമിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് അവരെ വിടുക ചെയ്ത്. ദൈവത്തിന്റെ പ്രവൃത്തിയാ. അവരെ കൊണ്ടൊന്നും പറ്റിയാൽ അവരെ കൊണ്ട് ഈ പറയുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുമോ? അതിനുള്ള ഒരു കൽപ്പുമില്ലാത്തവരെ. പക്ഷെ ദൈവം ചില വ്യക്തികളെ ഉപയോഗിച്ചു. ഇന്ന് ബാബിലോൺ പ്രവാസത്തിലും അസീറിയൻ പ്രവാസത്തിലും എല്ലാം നമ്മളിത് കാണുന്നുണ്ട്. ഇസ്രായേൽക്കാരെ ഇങ്ങനെ ഒത്തിരി പീഡനങ്ങൾ ഏൽപ്പിച്ചപ്പോഴും ദൈവം അവരെ സംരക്ഷിച്ചു. ദൈവത്തിൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കും. അവർ പീഡനങ്ങൾ കേൾക്കും. ഞാനൊരു പക്ഷേ മരിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ജീവിച്ച വിശ്വാസം മരിക്കില്ല. അത് മറ്റനേകരിലേക്ക് കത്തിപ്പടരും. ഈശോ പറഞ്ഞ തീ ഇതാണ്. ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ തീയിടാനാണെന്ന് പറഞ്ഞത് തന്നെയാണ്. ഈ വിശ്വാസത്തിൻ്റെ തീയാണ്. അത് ആളിപ്പടർന്നുകൊണ്ടിരിക്കും. ഒരാൾ കൊല്ലപ്പെട്ടാലും ജീവിക്കും. അതുകൊണ്ട് കത്തോലിക്ക വിശ്വാസത്തെയോ ക്രിസ്തീയ വിശ്വാസത്തെയോ കൊന്നു തീർക്കാമെന്ന് വിചാരിക്കുന്ന വലിയ മണ്ടത്തര കാണിക്കും. അത് ആളിപ്പടരുകയുള്ളൂ. കാര്യം ഒരു വിജാതീയനാണെങ്കിലും നമ്മുടെ ഒരു പഴയ കേന്ദ്രമന്ത്രിയുണ്ട് വയലാർ രവി. അദ്ദേഹം ഒരിക്കലും ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അത് നമുക്കെതിരെ പീഡനം ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറയുകയുണ്ടായി, ക്രൈസ്തവ സമൂഹം ആദിമകാലം മുതലേ പീഡനത്തിലൂടെ വളർന്നു വന്നതാണ്. അതിനെ പീഡിപ്പിച്ച് പരാജയപ്പെടുത്താവുന്ന ആരെങ്കിലും കരുതുന്നത് തെറ്റാണ്. അത് തീയിൽ കുരുത്തതാണ്, വെയിലത്ത് പാടില്ല. പുള്ളി എന്ത് കാര്യത്തിലോ പുള്ളി അത് രാഷ്ട്രീയപരമായിട്ടായിരിക്കും അത് പറഞ്ഞത്, പക്ഷെ അതിനകത്ത് വലിയൊരു സന്ദേശമുണ്ട്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ എനിക്ക് തോന്നുന്നൊരു ക്രിസ്ത്യാനിയായിരുന്നു. അതെ, മെഴ്സി. അത് തന്നെയല്ല, അതുവഴി അദ്ദേഹം നമ്മുടെ മഹാരാഷ്ട്രയിലൊക്കെയുള്ള നമ്മുടെ കല്യാൺ രൂപതയിലൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് അദ്ദേഹം ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഈ സഭയുടെ പ്രവർത്തനങ്ങളോട് മനസ്സുകൊണ്ടൊരു കൂട്ടായ്മ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ബോധ്യമുണ്ട്. ഈ അവർക്ക് ക്രിസ്ത്യൻസുമായിട്ട് അടുത്ത ബന്ധത്തിൽ പുലർത്തിയിട്ടുള്ള എല്ലാവരും അത് പറയാം. ഈ ഒരു കേന്ദ്രമന്ത്രിയെ കാര്യം ഇവിടെ ആരോ പറഞ്ഞു എന്നോട്. ഒരു കേന്ദ്രമന്ത്രി, ഞാൻ അദ്ദേഹം ക്രിസ്ത്യൻ മിഷണറിനെ പറ്റി വളരെ കാര്യമായിട്ട് പറഞ്ഞു. ക്രിസ്ത്യൻ സ്കൂളിലോട്ട് പഠിച്ച ഒരാളാണ്, കിരൺ റിജു. ശരിയാ. അദ്ദേഹം പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടു. അങ്ങനെ ഇന്നുമുണ്ട് ഒത്തിരി പേര് ഈ പറയുന്ന രീതിയിൽ ക്രൈസ്തവരെ അറിഞ്ഞവർക്ക് ക്രൈസ്തവരോട് സഭയോടൊക്കെ എന്നൊരു വലിയ ബഹുമാനമുണ്ട്. ആ ബഹുമാനം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ ലോകത്തുണ്ട്. അവരാഞ്ഞു പണിഞ്ഞുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ആ വഴി അത് വിശ പഠിപ്പിക്കുന്ന പോലെ എൻ്റെ വഴി ശൂന്യവൽക്കരണത്തിന്റെ വഴിയാണ്. അതിലെ ത്യാഗപൂർവ്വം നടക്കാൻ തയ്യാറായാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ അംഗബലത്തിലല്ല, കരബലത്തിലുമല്ല, ആത്മബലത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. കർത്താവിന്റെ അരൂപി നമ്മളെ നയിക്കുന്നു. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പീഡകം വന്നുവെച്ചാൽ അവൻ്റെ പണി കിടന്നിട്ട് പോകും. പക്ഷെ നമ്മൾ ജീവിച്ച വിശ്വാസം ഇവിടെ നിൽക്കും, അത് ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്നുള്ള ഊർജ്ജമായിരിക്കാം പിതാവ് ഒരുപക്ഷെ ഇത്തരം ഒരു സന്യാസ ജീവിതത്തിലൂടെ കൂടുതൽ ഞാൻ മരിച്ചാലും ഈ ആശയങ്ങൾ നിലനിൽക്കും. അത് ദൈവത്തിൻ്റെതായതുകൊണ്ടാണ്, എൻ്റെ അല്ല. നമ്മൾ ജീവിക്കുന്ന വിശ്വാസം ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ദൈവമാണല്ലോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ. സൃഷ്ടാവിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ആരും വ്യക്തിഗതമായ ഒന്നല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവം നൽകുന്ന ആശയങ്ങൾ, സൃഷ്ടാവ് പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ശബ്ദം അത് നിലയ്ക്കില്ല, അത് നിലയ്ക്കത്തില്ല, അത് എന്നും ഉണ്ടാവും. ആകെ മൊത്തത്തിൽ പിതാവിൻ്റെ ഇപ്പോഴത്തെ ആ ജീവിതശൈലി, അല്ല ഒരു ജീവിതചര്യകളുണ്ടല്ലോ, ഒരു ഏകദേശം ഒന്ന് ആളുകൾക്ക് ബോധ്യമാകുന്ന തരത്തിലൊന്ന് വിശദീകരിക്കാമോ? ക്രമങ്ങൾ. അത് ഇവിടെ വന്നു. അപ്പം എനിക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത ക്രമമാണ്. മിക്കവാറും 1:30 ഞാൻ എഴുന്നേൽക്കും, ഏർലി മോർണിംഗ്. അപ്പം അത്രയും എഴുന്നേൽക്കും. നമുക്കൊരു ഗുണമുള്ളത് ഒരു ടൈം നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ കിട്ടും. കാരണം നേരം വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണായി, മനുഷ്യരെല്ലാം നമ്മളെ കാണാൻ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഏകാഗ്രത കിട്ടാനൊക്കെ സാധ്യത കുറവുണ്ട്. അപ്പം നമുക്കൊരു 4 മണിക്കൂർ സമയം വളരെ ഭംഗിയായിട്ട് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ലഭിക്കും. രാവിലത്തെ നമ്മുടെ ആ സമയം. ഇപ്പം 4 മണിക്കൂർ സമയം പ്രാർത്ഥനയ്ക്ക് തന്നെ കിട്ടും. പിന്നെ കുർബാനയും സഭയുടെ മറ്റ് പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നമുക്കൊരു 5 മണിക്കൂർ 5.5 മണിക്കൂറോളം ലഭിക്കും. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾ നടത്താം. പിന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഞാൻ 1 മണിക്കൂറാണ് സാധാരണ
രാവിലെ ഇച്ചിരി കഞ്ഞിയും വെക്കും, പയറും വെക്കും. 1 മണിക്കൂർ കൊണ്ട് തീരും. കാരണം ഈ നമ്മൾ ഈ പ്രഷർ കുക്കറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് 10 മിനിറ്റ് മതി അരിയൊക്കെ വേകാൻ. അങ്ങോട്ട് വെന്ത് കഴിഞ്ഞ് വളരെ അതിൽ നിന്ന് തന്നെ എടുത്ത് തന്നെ കഞ്ഞിയാക്കിയാൽ മതി. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ അതിൽ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കേണ്ട കാര്യം. കാര്യമില്ല. അതൊരു 10 20 പേർക്ക് കൊടുക്കാനും പറ്റും ഒരു ദിവസം. ഞാൻ പിതാവ് ഉണ്ടാക്കി കഞ്ഞി കുടിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഞാൻ ഇവിടെ ആ താമസിക്കും. ആശ്രമത്തിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ അങ്ങനെ പോകും. എന്നാലും പ്രാർത്ഥനയ്ക്കും അതുപോലെ നമുക്കുള്ള കാര്യങ്ങൾ കുറവില്ലാതെ നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയം രാവിലെ കിട്ടും. പിന്നെ ഒരു 7:30 കഴിയുമ്പം പിന്നെ ഇവിടെ പല കാര്യങ്ങളായിട്ട് പിന്നെ മനുഷ്യർ ആളുകൾ വരുന്നുണ്ട് കാണാൻ. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അറിയിച്ചും അറിയിക്കാതെയൊക്കെ വരുന്നവരെല്ലാം മാനസികമായിട്ട് ഒത്തിരി വിഷമത്തിൽ കഴിയുന്നവരും പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവരൊക്കെയാണ്. അവരെ നമുക്ക് പ്രാർത്ഥിച്ചും ആശ്വസിപ്പിച്ചു. അവർക്കൊരു സാന്ത്വനം, ആശ്വാസം, ബലം ഒന്ന് ബലപ്പെടുത്തുക, നമ്മളൊക്കെ ഉണ്ട് കൂടെ എന്നുള്ളൊരു ബലം അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു വലിയ ഒരു ആശ്വാസമാണ്. അങ്ങനെ ഒരു വലിയ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഒത്തിരി മനുഷ്യർ ഇന്ന് സംഘർഷത്തിൽ കഴിയുന്നവരുണ്ട്. ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഒരു വാക്ക് നമുക്ക് അവരോട് പറയാൻ പറ്റുമ്പോൾ അവർക്ക് അതൊരു ബലമാണ്. ഞാൻ ഇസ്രായേൽക്കാരുടെ കാര്യമൊക്കെ അവരോട് പറയാറുണ്ട്. ബൈബിളിലെ ഓരോരോ സംഭവങ്ങളൊക്കെ എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയിലും ദൈവം അവരെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്നുമില്ലാതെ നമ്മൾ ജപ്തി ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരും. എൻ്റെ എല്ലാം തീർന്നു, ഞങ്ങൾ വഴിയാധാരം. ഞാൻ പറഞ്ഞു, വഴിയിലേക്ക് ഇറങ്ങിക്കോ, എന്തായാലും കർത്താവ് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് ഇറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് സംരക്ഷിക്കും കർത്താവ് ഉണ്ടാവും, പേടിക്കണ്ട. തമ്പുരാന് നമ്മളെക്കുറിച്ച് ഒരു കരുതലും വിചാരവും ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കും, അത് വാസ്തവമാണ്, അത് ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് അങ്ങനെ നിരാശപ്പെടരുതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒത്തിരി നമുക്ക് മനുഷ്യർക്കുമായിട്ട് അങ്ങനെ ഒരു ശുശ്രൂഷ നല്ലതായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പള്ളികളിലൊക്കെ പോയി ഞാൻ പറ്റുന്നതുപോലെ കുർബാനയും കുദാശകളും വചനപ്രഘോഷണമൊക്കെ നടത്തുന്നുണ്ട്, സൗകര്യം കിട്ടുന്ന പോലെ. അപ്പം അങ്ങനെ ഒരു കാര്യമായിട്ട് പോകുന്നു. അതുകൊണ്ട് സമയത്ത് എനിക്കിപ്പം ഇനി 2 മണിക്കൂർ കൊണ്ട് കിട്ടിയെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമയം ശരിയാവുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ദൈവവചനം പഠിക്കാനും അത് നടക്കുന്നുണ്ട്. അതിപ്പോൾ പ്രധാനമാണല്ലോ, ദൈവവചനം പഠിക്കുക, ധ്യാനിക്കുക, വചനം വായിച്ച് ധ്യാനിക്കുക എന്നുള്ളൊരു പ്രവൃത്തി. ഇപ്പോൾ 1 മണിക്കൂർ സമയം നമ്മൾ എല്ലാ ദിവസവും രാവിലെ കിട്ടിയില്ല വൈകിട്ടാകുമ്പോഴത്തേക്ക് അത് കൊടുക്കും. അത് നമ്മൾ ചെയ്യും. രാവിലെ 7 ഞാൻ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും വരികയില്ല. അല്ല, പലപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട് പിതാവേ. നമ്മളിപ്പോൾ ഈ ഇന്നലെ വായിച്ച അതേ പാരഗ്രാഫ് ഇന്ന് വായിച്ചാൽ ഒരുപക്ഷെ വളരെ വ്യതിരിക്തമായ ആശയം അതിൽ നിന്ന്. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. വചനം എന്ന് പറയുന്നത് ആ വചനത്തിൻ്റെ നിറവ് അത്ഭുതമാണ്. അത് നമ്മൾ ഈ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ ലോകത്തിൻ്റെ അവസാനം വരെ നമ്മളിത് വായിച്ചാലും നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകളാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവൻ ഈ വചനത്തിൽ ഉണ്ട്, അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിങ്ങനെ തീരെയില്ല, മനുഷ്യനെ കൊണ്ട് അത് മുഴുവൻ ഗ്രഹിക്കാനും പറ്റും. പക്ഷെ അത് നമ്മൾ പുതിയ ഓരോ ദിവസവും വായിക്കുമ്പോൾ നമുക്ക് പുതിയ ജ്ഞാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇന്നലത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ അല്ല ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ വ്യത്യസ്തമായൊരു ആശയം നമുക്ക് കിട്ടും. അതാണ് വചനത്തിൻ്റെ പഠനം കൊണ്ടും ധ്യാനം കൊണ്ടും ഉണ്ടാകുന്നൊരു ഫലമതാണ് ദൈവത്തെ കൂടുതൽ അറിയാനും ദൈവ ജ്ഞാനം ലഭിക്കാനും കാരണം. ജ്ഞാന സമ്പൂർണതയാണ് ദൈവവചനം എന്ന് പറയുന്നതിനാൽ തന്നെ അല്ലേ. ഒരുപക്ഷെ അത്രയും നല്ലൊരു രചനാത്മക ശൈലിയുള്ള മറ്റൊരു ഗ്രന്ഥം ഈ ഭൂമുഖത്ത് വിരചിതമായിട്ടുണ്ടോ എന്ന് വരികയല്ലോ. കാരണം ഇത് ദൈവവചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, ദൈവമായിരുന്ന വചനം എല്ലാം അവൻ വഴി ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യോഹന്നാന്റെ തുടക്കത്തിലെ ആമുഖത്തിലെ അതെ ആമുഖത്തിൽ പറയുന്ന കാര്യം അക്ഷരാർത്ഥ ശരിയാ. എല്ലാം അവൻ വഴി ഉണ്ടായി, ഒന്നും അവനെ കൂടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം കൃത്യമല്ലേ. അതൊരു വലിയ അപ്പോൾ ആ വചനം ലോഗോസ് എന്ന് പറയുന്ന ആ വചനം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അത് വഴിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കും. ശ്രീധരെ, കഴിഞ്ഞ ഏതാനും സമയങ്ങൾ നമ്മൾ അഭിമന്യ മുരിക്കൻ പിതാവിനോടൊപ്പമായിരുന്നു. ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ സത്യത്തിൽ പറഞ്ഞിവിടുന്ന് ഇരുന്നിട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആത്മീയ ബന്ധത്തിലേക്ക് അടുക്കുകയാണ്. പിതാവ് നമുക്ക് കാട്ടിത്തരുന്ന ഈ വഴികളും ഈ മാർഗങ്ങളും നമ്മുടെ ആത്മീയ ഉത്കർഷത്തിനും അതുവഴി നമ്മുടെ സഭയുടെ നിലനിൽപ്പിനും വിശുദ്ധീകരണത്തിനുമെല്ലാം പര്യാപ്തമാവും എന്ന ബോധ്യമുണ്ട്. പിതാവിന് കൂടുതൽ ജ്ഞാന സമൃദ്ധിയും സഭയോടുള്ള ആഴമേറിയ കൂറും അനേകം ആളുകളെ വിശ്വാസത്തിൽ സ്ഥൈര്യപ്പെടുത്തുവാൻ ഉതകുന്ന ആത്മശക്തി ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം സ്നേഹബുദ്ധിയ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. സഹോദരങ്ങൾക്കും പ്രത്യേക നന്ദി. ഈ ശുശ്രൂഷയിലൂടെ സഭയെ വളർത്താനും പരിപാലിക്കാനും ഒത്തിരി മനുഷ്യർക്ക് ദൈവത്തെ അറിയാനും കാരണമാകുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായ മാധ്യമ ശുശ്രൂഷ ചെയ്യുന്നതിന് സാറിനോടും ഈ സഹോദരങ്ങളോടും വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.